صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم أفأمن أهل القرى أن يأتيهم بأسنا بياتا وهم نائمون أو أمن أهل القرى أن يأتيهم بأسنا ضحى وهم يلعبون സമാദരണീയരായ സത്യവിശ്വാസികളെ സത്യവിശ്വാസികളെ സർവ്വലോകരക്ഷിതാവായ അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിതത്തിന്റെ എല്ലാ സന്ദർഭങ്ങളിലും കഴിവിന്റെ പരമാവധി കാത്തു സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും തഖ്വ കൊണ്ട് ഉപദേശിക്കുന്നു, വസിയത്ത് ചെയ്യുന്നു. നാം ഏവരും മനസ്സിലാക്കിയതുപോലെ ലോകത്തിന്റെ അഷ്ടദിക്കുകളിലുള്ള മലയാളികളുടെ മനസ്സിൽ ഒരു തീരാനൊമ്പരമായി മാറിയിരിക്കുകയാണ് വയനാടുണ്ടായ വലിയ പ്രകൃതി ദുരന്തം എന്ന് പറയുന്നത്. അതിനെ തുടർന്നുള്ള ഓരോ നിമിഷമുള്ള വാർത്തകൾ വലിയ പ്രയാസമാണ് നമ്മുടെ മനസ്സകങ്ങളിലേക്ക് നടക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇനിയും വലിയൊരു പ്രയാസം ഉണ്ടാകാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ പ്രയാസങ്ങളിൽ അകപ്പെട്ടവർക്ക് വേണ്ടി ഒരുമിച്ച് നിൽക്കാം എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യം. യഥാർത്ഥത്തിൽ നാം മനസ്സിലാക്കേണ്ടത് ഈ രൂപത്തിലുള്ള ഏതൊരു ദുരന്തവും ഏതൊരു പ്രയാസവും ഒരു സത്യവിശ്വാസിയെ പഠിപ്പിച്ചു നൽകുന്ന ചില കാര്യങ്ങളുണ്ട്. ഒന്നാമതായി നാം മനസ്സിലാക്കേണ്ടത് ഈ പ്രകൃതിയുടെ മുഴുവൻ നിയന്ത്രണവും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കലാണ്. ഭൗതികമായ ഏത് സബബുകൾക്ക് പിന്നാലെ നമ്മൾ പോയാലും ഈ പ്രപഞ്ചത്തെ മുഴുവനും നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും മുഴുവൻ ഗോളങ്ങളെയും സംവിധാനങ്ങളെയും എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത്. വശംസു തജ്രീ ലിമുസ്തഖറിൻ ലഹാ ذلك تقدير العزيز العليم والقمر قدرناه منازل حتى عاد كالعرجون القديم. അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്, വശംസു തജ്രീ ലിമുസ്തഖറിൻ ലഹാ, സൂര്യൻ അല്ലാഹു സുബ്ഹാനഹു വ തആല കണക്കാക്കിയ ഒരു ലക്ഷ്യസ്ഥാനത്തേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ذلك تقدير العزيز العليم, സർവജ്ഞനായ പ്രതാപവാനായ അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചതാണ് ആ സൂര്യന്റെ നീക്കം എന്ന് പറയുന്നത്. വൽ ഖമറ ഖദ്ദർനാഹു മനാസില, ചന്ദ്രനുമതാ അല്ലാഹു സുബ്ഹാനഹു വ തആല ചില മനാസിലുകൾ ഏർപ്പെടുത്തിയിരിക്കുന്നു. അതിന് വൃത്തിക്ഷയങ്ങളുണ്ട്. ഹത്താ ആദ കൽ ഉർജൂനിൽ ഖദീം, ഒരു പഴയ ഈന്തപ്പനയുടെ വളഞ്ഞ കുല പോലെ അത് ആകുന്നത് പോലെ ഈ രൂപത്തിൽ സൂര്യനും ചന്ദ്രനും ഗോളങ്ങൾക്കുമെല്ലാം
അല്ലാഹു സുബ്ഹാനഹു വ തആല നിയന്ത്രിച്ച അതിന്റെ പാതകളുണ്ട്, സംവിധാനങ്ങളുണ്ട്. ലശംസു യംബഗി ലഹാ അൻ തുദ്രികൽ ഖമർ വലല്ലൈലു സാബിഖുൻ നഹാർ. സൂര്യൻ ഒരിക്കലും തന്നെ ചന്ദ്രനെ പ്രാപിക്കുന്നതല്ല, അതുപോലെ രാത്രി പകലിനെ മുൻകടക്കുന്നതുമല്ല. വകുല്ലും ഫീ ഫലകി യസ്ബഹൂൻ. ഓരോന്നും അതിൻ്റെതായ ഭ്രമണ പദങ്ങളിൽ നീങ്ങിക്കൊണ്ടിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച സംവിധാനം അനുസരിച്ച് ഓരോന്നും അതിന്റെ കണക്കനുസരിച്ച് കൊണ്ട് സഞ്ചരിക്കുന്നു എന്നുള്ളതാണ്. എല്ലാം അങ്ങനെ തന്നെയാണ്. ആകാശവും ഭൂമിയും രാപ്പകലുകളും സമുദ്രവും ജീവജാലങ്ങളുമെല്ലാം റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ കണക്കനുസരിച്ചാണ്. ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി. നിശ്ചയമായും ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിൽ വഖ്തിലാഫിൽ ലൈലി വൻ നഹാർ, അതുപോലെ രാത്രിയും പകലും മാറി മാറി വരുന്നതിലും വൽ ഫുൽകില്ലതി തജ്രി ഫിൽ ബഹരി ബിമാ യൻഫഉൻ നാസ്, ജനങ്ങൾക്ക് ഉപകരിക്കുന്ന വസ്തുക്കളുമായി കൊണ്ട് ആ സമുദ്രങ്ങളിലൂടെ നീന്തിക്കൊണ്ടിരിക്കുന്ന കപ്പലുകളിലും വമാ അൻസലല്ലാഹു മിനസ് സമാഇ മിമ്മാ ഫഅഹ്യാ ബിഹിൽ അർള ബഅദ മൗതിഹാ. അങ്ങനെ ആകാശത്ത് നിന്ന് വർഷിക്കുന്ന മഴയിലുമതാ ആ മഴവെള്ളത്താൽ വരണ്ട ഭൂമിയെ, നിർജീവമായ ഭൂമിയെ അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവൻ വെപ്പിക്കുകയാണ്. വബസ്ത ഫീഹാ മിൻ കുല്ലി ദാബ. അങ്ങനെ ധാരാളം ജീവജാലങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ വ്യാപിപ്പിക്കുകയും ചെയ്യുന്നു. വതസ്രീഫി ദിയാഹി വസ്സഹാബിൽ മുസഖ്ഖരി ബൈനസ് സമാഇ വൽ അർദ്. അതുപോലെ തന്നെ അടിച്ചു വീശുന്ന കാറ്റിലോ ആകാശഭൂമികൾക്കിടയിൽ നിയന്ത്രിതമായി നീങ്ങിക്കൊണ്ടിരിക്കുന്ന മേഘങ്ങളിലോ ബുദ്ധി കൊണ്ട് ആലോചിക്കുന്ന മനുഷ്യർക്ക് ദൃഷ്ടാന്തങ്ങളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായി പഠിപ്പിക്കുകയാണ്. ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിൽ രാത്രിയും പകലും മാറി മാറി വരുന്നതിൽ മനുഷ്യരുടെ ചരക്കുകളുമായി ആ ഓളങ്ങളെ തഴുകിക്കൊണ്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്ന കപ്പലുകളിൽ, അതുപോലെ തന്നെ ആകാശലോകത്ത് നിന്ന് വരുന്ന മഴയിൽ, ആ മഴ കാരണത്താൽ ഭൂമിയിൽ പൊട്ടിമുളക്കുന്ന സസ്യലതാദികളിൽ, ജീവവർഗങ്ങളിൽ, അതുപോലെ കാറ്റിലും മഴമേഘങ്ങളിലും എല്ലാത്തിലും ബുദ്ധി കൊണ്ട് ആലോചിക്കുന്ന മനുഷ്യർക്ക് ദൃഷ്ടാന്തങ്ങളുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായി ഓർമ്മപ്പെടുത്തുകയാണ്. ഒരു ദുരന്തത്തിന്റെ ഭൂമിയിൽ പോലും നിങ്ങളുടെ ദൈവം എവിടെ പോയി എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. യഥാർത്ഥത്തിൽ ഈ രൂപത്തിലുള്ള പരീക്ഷണങ്ങളും ദുരന്തങ്ങളുമെല്ലാം ഒരു സത്യവിശ്വാസിക്ക് അയാളുടെ വിശ്വാസം കൂടുതൽ കൂടുതൽ വർദ്ധിക്കാനുള്ള കാരണങ്ങളായി മാറുകയാണ്. ഈ രൂപത്തിലുള്ള പരീക്ഷണങ്ങൾ തങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുമെന്ന് വിചാരിച്ചുകൊണ്ട് അല്ലാഹുവിലേക്ക് കൂടുതൽ ഖേദിച്ചു മടങ്ങുവാൻ അത് കാരണമായി തീരുകയാണ്. യഥാർത്ഥത്തിൽ അല്ലാഹു തന്ന അനുഗ്രഹങ്ങളെ വിസ്മരിക്കാതെ ജീവിക്കുക എന്നുള്ളത് വലിയ ബാധ്യതയാണ്. ഹുവല്ലദീ ഖലഖ ലക്കും മാ ഫിൽ അർളി ജമീഅ. ഭൂമിയിലുള്ള മുഴുവൻ വസ്തുക്കളെയും മനുഷ്യരെ നിങ്ങൾക്ക് വേണ്ടി സൃഷ്ടിച്ചവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. വലഖദ് മക്കന്നാകും ഫിൽ അർളി വജഅൽനാ ലക്കും ഫീഹാ മആയിഷ്. ഭൂമിയെ നിങ്ങൾക്ക് വേണ്ടി സംവിധാനിച്ചവനാണവൻ, അതിൽ നിങ്ങൾക്ക് ജീവിത വിഭവങ്ങളെ ഏർപ്പെടുത്തി തന്നവൻ. എന്നാൽ വളരെ കുറച്ച് മാത്രമേ നിങ്ങൾ നന്ദി ചെയ്യുന്നുള്ളൂ. കമാ അർസൽനാ ഫീകും റസൂലൻ മിൻകും യത്ലൂ അലൈക്കും ആയാതിനാ വയുസക്കീകും വയുഅല്ലിമുകുൽ കിതാബ വൽ ഹിക്മ വയുഅല്ലിമുകും മാ ലം തകൂനൂ തഅലമൂൻ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിയോഗിച്ച അനുഗ്രഹം അല്ലാഹു സുബ്ഹാനഹു വ തആല അത് എടുത്തു പറയുകയാണ്. നിങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് തന്നെയുള്ള ഒരു പ്രവാചകനെ നിയോഗിച്ചു. അല്ലാഹുവിന്റെ ആയത്തുകൾ നിങ്ങൾക്ക് ഓതിത്തരുന്ന ഒരു പ്രവാചകൻ, ആ ആയത്തുകളുടെ വിശദീകരണം പഠിപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ മനസ്സുകളിൽ മാറ്റം സൃഷ്ടിച്ച പ്രവാചകൻ, നിങ്ങൾക്ക് തസ്കിയത്ത് നൽകിയ പ്രവാചകൻ, നിങ്ങൾക്ക് വിജ്ഞാനങ്ങളെ തത്വശാസ്ത്രം പഠിപ്പിച്ചു തന്ന പ്രവാചകൻ, നിങ്ങൾക്ക് അറിവില്ലാത്തത് ആ പ്രവാചകൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നു. ഈ അനുഗ്രഹത്തെ പോലും എടുത്തു പറഞ്ഞിട്ടോ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനോട് ആവശ്യപ്പെടുന്നത് ഫദ്കുറൂനി അദ്കുറുക്കും. അതുകൊണ്ട് നിങ്ങൾ എന്നെ ഓർക്കണേ, ഞാൻ നിങ്ങളെയും ഓർക്കുന്നതാണ്. വഷ്കുറൂലി വലാ തക്ഫുറൂൻ. നിങ്ങൾ നന്ദി കാണിക്കുക, നന്ദി കേട് കാണിക്കാതിരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ആരാണോ അവന്റെ നന്ദി കാണിക്കുന്നത്, ആരാണോ അവന്റെ ശുക്ർ ചെയ്യുന്നത്, അവർക്ക് ധാരാളമായി അനുഗ്രഹങ്ങൾ നൽകുമെന്ന്
പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ബോധ്യപ്പെടുത്തുകയാണ്. വഇദ തഅദ്ദന റബ്ബുകും ലഇൻ ശകർതും ലഅസീദന്നകും വലഇൻ കഫർതും ഇന്ന അദാബി ലശദീദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുകയാണ്, നിങ്ങൾ നന്ദി കാണിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് നാം വർദ്ധിപ്പിച്ചു നൽകുന്നതാണ്, അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് ധാരാളമായി നൽകുന്നതാണ്. വലഇൻ കഫർതും, നിങ്ങൾ നന്ദി കേട് കാണിക്കുന്നെങ്കിൽ ഇന്ന അദാബി ലശദീദ്, നിശ്ചയമായോ നമ്മുടെ ശിക്ഷ എന്ന് പറയുന്നത് അതികഠിനമായ ശിക്ഷയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, റബ്ബിന് ശുക്ർ ചെയ്തുകൊണ്ട് നന്ദി ചെയ്തുകൊണ്ട് ജീവിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവരെ ശിക്ഷിച്ചിട്ട് അല്ലാഹുവിന് എന്ത് ലഭിക്കാനാണ്? അല്ലാഹുവിന്റെ ചോദ്യമാണത്. മാ യഫ്അലുല്ലാഹു ബിഅദാബികും ഇൻ ശകർതും വഅമൻതും വകാന അല്ലാഹു ശാകിറൻ അലീമാ. നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ, നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ, നിങ്ങൾ നന്ദി കാണിക്കുന്നുവെങ്കിൽ നിങ്ങളെ ശിക്ഷിച്ചിട്ട് അല്ലാഹുവിന് എന്ത് ലഭിക്കാനാണ്? ഈ രൂപത്തിൽ അല്ലാഹുവിനെ ശുക്ർ ചെയ്തുകൊണ്ട് നിന്നാൽ, ഏറ്റവും നല്ല രൂപത്തിൽ വിശ്വാസികളായിക്കൊണ്ട് ജീവിച്ചാൽ അല്ലാഹുവിന്റെ രക്ഷയും സമാധാനവും നമുക്കുണ്ടാവും. അവന്റെ അനുഗ്രഹങ്ങൾ ധാരാളമായി അവൻ ചൊരിഞ്ഞു തരും. വകാനല്ലാഹു ശാകിറൻ അലീമാ, അവൻ നന്ദിയുള്ളവനാണ്, എല്ലാം അറിയുന്നവനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ കുറിച്ച് തന്നെ ബോധ്യപ്പെടുത്തി തരികയാണ്. മാത്രമല്ല, ഈ രൂപത്തിൽ സംഭവിക്കുന്ന പ്രകൃതി ദുരന്തങ്ങൾ, ഭൂകമ്പങ്ങൾ ലോകാവസാനത്തിന്റെ അടയാളങ്ങളായിക്കൊണ്ടും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്തു പറഞ്ഞ കാര്യങ്ങളിൽപ്പെട്ടതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനങ്ങളിൽ നമുക്ക് കാണാം, ലാ തഖൂമുസ് സാഅ, ലോകത്തിന്റെ അവസാനം സംഭവിക്കുകയില്ല, ഹത്താ യുഖ്ബദൽ ഇൽമ, അറിവ് ഉയർത്തപ്പെടുന്നതുവരെ, വതക്തുറുസ് സലാസിൽ, ഭൂകമ്പങ്ങൾ വർദ്ധിക്കുന്നതുവരെ, വയതഖാറബസ് സമാൻ, സമയം കുറഞ്ഞു പോയി എന്ന് മനുഷ്യന് അനുഭവപ്പെടുന്നതുവരെ, വതദ്ഹറൽ ഫിതൻ, കുഴപ്പങ്ങൾ പ്രകടമായി പ്രത്യക്ഷമാകുന്നതുവരെ, വയക്തുറുൽ ഹർജു വഹുവൽ ഖത്ലുൽ ഖത്ൽ, ഹർജ് വർദ്ധിക്കുന്നതുവരെ. എന്താണ് ഹർജ്? കൊലപാതകങ്ങൾ വർദ്ധിക്കുന്നതുവരെ. ഹത്താ യക്സുറ ഫീകുമുൽ മാലു ഫയഫീഹു, നിങ്ങൾക്കിടയിൽ ധനം വർദ്ധിക്കുകയും ആ ധനം ഇങ്ങനെ ഒഴുകുകയും ചെയ്യുന്നതുവരെ. ഈ രൂപത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകാവസാനത്തിന്റെ അടയാളങ്ങളായി എണ്ണിപ്പറഞ്ഞവയുടെ കൂട്ടത്തിലും ഭൂകമ്പങ്ങളെയും പ്രകൃതി ദുരന്തങ്ങളെയും നമുക്ക് കാണുവാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, ഈ രൂപത്തിൽ ധാരാളമായ പരീക്ഷണങ്ങൾ ഒന്നിനു മുകളിൽ മറ്റൊന്നായി, അസുഖങ്ങളായി, പകർച്ചവ്യാധികളായി, ദുരന്തങ്ങളായി, പേമാരിയായി, വെള്ളപ്പൊക്കങ്ങളായി, ഉരുൾപൊട്ടലായി, ഭൂകമ്പമായി പല രൂപത്തിൽ നമ്മുടെ മുന്നിൽ കടന്നു വരുമ്പോഴും തിന്മകൾ അവസാനിപ്പിക്കുവാൻ സമയമായില്ലേ എന്ന അല്ലാഹുവിന്റെ ചോദ്യമാണ് യഥാർത്ഥത്തിൽ നാം നമ്മോട് ചോദിക്കേണ്ടത്. വഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹരി ബിമാ കസബത് അയ്ദിൻ നാസി ലിയുദീഖഹും ബഅദല്ലദീ അമിലൂ ലഅല്ലഹും യർജിഊൻ. മനുഷ്യകരങ്ങൾ പ്രവർത്തിച്ചതുമൂലം അതാ കരയിലും കടലിലും കുഴപ്പങ്ങൾ പ്രകടമായിരിക്കുന്നു. അവർ ചെയ്ത പ്രവർത്തനങ്ങളിൽ ചിലത് അവരെ അനുഭവിപ്പിക്കുന്നതിന് വേണ്ടി ലഅല്ലഹും യർജിഊൻ, അവർ ഒരു വേള ചിന്തിച്ചു മടങ്ങിയേക്കാം. പ്രിയപ്പെട്ടവരെ, ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ പ്രത്യക്ഷമായ അർത്ഥത്തിൽ നമുക്കറിയാം, പലപ്പോഴും പല പ്രകൃതി പ്രതിഭാസങ്ങളും പല ദുരന്തങ്ങളും മനുഷ്യന്റെ ആർത്തി, മനുഷ്യന്റെ ചെയ്തികൾ മൂലം, കുറികളാവാം, അതല്ലെങ്കിൽ മറ്റു രൂപത്തിലുള്ള സംവിധാനങ്ങളാവാം, സബബുകൾ ധാരാളം നമുക്ക് കണ്ടെത്തുവാൻ സാധിക്കും. മനുഷ്യന്റെ കടന്നുകയറ്റം, പ്രകൃതി അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ച ആണികൾ, വൽ ജിബാല ഔതാദ, പർവതങ്ങളെ ആണികളായി ഭൂമിയെ ഉറപ്പിച്ചു നിർത്തി അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്ന ആ രൂപത്തിലുള്ള ആണികളെ തകർക്കുന്ന എത്രയോ പ്രവർത്തനങ്ങൾ മനുഷ്യകരങ്ങൾ മൂലം സംഭവിക്കുന്നുണ്ട്. പ്രത്യക്ഷമായി അതിന്റെ ദുരന്തങ്ങൾ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. എന്നാൽ ഈ ഫസാദിനെ ഒന്നിച്ചുകൊണ്ട് വിശദീകരിക്കുന്നത് പണ്ഡിതന്മാർ നമുക്ക് കാണുവാൻ സാധിക്കും. തഫ്സീർ ഇബ്നു കസീറിൽ അവിടുന്ന് വിശദീകരിക്കുന്നത്, മൻ അസല്ലാഹ ഫിൽ അർളി
ഫഖദ് അഫ്സദ ഫിൽ അർദ്. ആരാണോ ഈ ഭൂമിയിൽ അല്ലാഹുവിനെ ധിക്കരിക്കുന്നത് അവനാണ് ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുന്നവൻ, അവനാണ് ഭൂമിയിൽ ഫസാദ് ഉണ്ടാക്കുന്നവൻ. ലിഅന്ന സ്വലാഹൽ അർദി വസ്സമാഇ ബിത്വാഅ. കാരണം എന്ന് പറയുന്നത് ഈ ആകാശങ്ങളുടെയും ഭൂമിയുടെയും ഒക്കെ നല്ല അവസ്ഥ എന്ന് പറയുന്നത് അല്ലാഹുവിന്റെ അനുസരണത്താലാണ്. ആ അനുസരണം എന്നാണോ തെറ്റുന്നത് ആ സമയത്ത് തന്നെയാണ് ഫസാദ്. ആ ഫസാദ് കൊണ്ടുണ്ടാകുന്ന ദുരന്തങ്ങൾ മനുഷ്യരാശി ഒന്നടങ്കം ഏറ്റെടുക്കേണ്ടി വരും. തഫ്സീറുകളിൽ നമുക്ക് കാണാം. അപ്പൊ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം കടന്നുകയറ്റങ്ങൾ മാത്രമല്ല, അതല്ലെങ്കിൽ ആ രൂപത്തിലുള്ള മനുഷ്യകരങ്ങളുടെ പ്രവർത്തനങ്ങൾ മാത്രമല്ല, അല്ലാഹുവിനെ ധിക്കരിച്ചുകൊണ്ടുള്ള ഏതൊരു പ്രവർത്തനത്തെയും ഈ രൂപത്തിൽ കരയിലെയും കടലിലെയും ഫസാദായിക്കൊണ്ടാണ് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നതും ആ വിശദീകരണങ്ങൾ തഫ്സീറുകളിൽ നമുക്ക് വായിക്കുവാനും സാധിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മൾക്കാളൊക്കെ മികച്ച മനുഷ്യ സമുദായങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട്. ശക്തന്മാരായിരുന്ന ആളുകൾ ഈ ലോകത്ത് ജീവിച്ചിട്ടുണ്ടായിട്ടുണ്ട്. അവരെയൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരീ പല സമൂഹങ്ങളുടെയും അവരുടെ ദാർഢ്യം മൂലം, സത്യത്തെ ഏറ്റെടുക്കുവാൻ അവർ തയ്യാറാകാത്തത് മൂലം, അവരുടെ തിന്മകളും അക്രമങ്ങളും മൂലം അല്ലാഹുവിന്റെ ശിക്ഷ അവരെ പിടികൂടിയിട്ടുണ്ട്. ഫകുല്ലൻ അഖദ്നാ ബിദംബിഹി. അവരുടെ തിന്മ മൂലമതാ നാം അവരെ പിടികൂടുകയാണോ. ഫമിൻഹും മൻ അർസൽനാ അലൈഹി ഹാസിബാ വമിൻഹും മൻ അഖദതഹു സ്വൈഹ വമിൻഹും മൻ ഖസഫ്നാ ബിഹിൽ അർള വമിൻഹും മൻ അഗ്റഖ്നാ. വ്യത്യസ്തമായ ശിക്ഷകൾ മൂലമതാ ചരൽ കാറ്റുകൾ കൊണ്ട് നശിപ്പിക്കപ്പെട്ട സമൂഹമുണ്ട്, ഘോര ശബ്ദത്താൽ നശിപ്പിക്കപ്പെട്ട സമൂഹമുണ്ട്, അതുപോലെ അവരെയും കൊണ്ട് ഭൂമി ആടിക്കൊണ്ട് ഭൂമിയിലേക്ക് ആഴ്ത്തിക്കളഞ്ഞ സമൂഹമുണ്ട്, മുക്കി നശിപ്പിക്കപ്പെട്ട സമൂഹങ്ങളുണ്ട്. വമാ കാന അല്ലാഹു ലിയദ്ലിമഹും വലാകിൻ കാനൂ അൻഫുസഹും യദ്ലിമൂൻ. ഈ ശിക്ഷകളും പരീക്ഷണങ്ങളും എടുത്തു പറഞ്ഞുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു വെക്കുകയാണ്, വമാ കാന അല്ലാഹു ലിയദ്ലിമഹും വലാകിൻ കാനൂ അൻഫുസഹും യദ്ലിമൂൻ. അല്ലാഹു അവരോട് അക്രമം കാണിച്ചിട്ടില്ല. അവർ സ്വന്തത്തോട് തന്നെ അക്രമം ചെയ്തതിന്റെ ഫലം അനുഭവിച്ചവരാണ്. സ്വന്തത്തോട് തന്നെ അക്രമം ചെയ്തതിന്റെ പേരിൽ ഫലം അനുഭവിച്ചവരാണെന്നോ മുൻഗാമികളായ ശിക്ഷകൾ ഏറ്റുവാങ്ങിയ സമൂഹങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തു പറയുന്നുണ്ട്, വലൗ അന്ന അഹ്ലൽ ഖുറാ ആമനൂ വത്തഖൂ ലഫതഹ്നാ അലൈഹിം ബറകാത്തിൻ മിനസ് സമാ. ആ ഗ്രാമീണരായ ആളുകൾ, ആ പ്രദേശവാസികളായ ആളുകൾ അവർ വിശ്വസിച്ചിരുന്നുവെങ്കിൽ, അവർ അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിച്ചിരുന്നെങ്കിൽ, ലഫതഹ്നാ അലൈഹിം ബറകാത്തിൻ മിനസ് സമാ, ആകാശലോകത്തിന്റെ അനുഗ്രഹങ്ങളുടെ വാതായനങ്ങൾ അവർക്ക് മുമ്പിൽ തുറക്കുമായിരുന്നു. അതുപോലെ തന്നെ ഭൂമിയുടെ അനുഗ്രഹങ്ങളോ അവർക്ക് മുമ്പിൽ തുറക്കപ്പെടുമായിരുന്നു. വലാകിൻ കദ്ദബൂ, എന്നാൽ അവർ നിഷേധിച്ചു തള്ളുകയാണ് ചെയ്തത്, അവർ കളവാക്കുകയാണ് ചെയ്തത്. ഫഅഖദ്നാഹും ബിമാ കാനൂ യക്സിബൂൻ, അവർ സമ്പാദിച്ചതിന്റെ ഫലമായി നാം അവരെ പിടികൂടുക തന്നെ ചെയ്തു. മനുഷ്യരാശിയെ സംബന്ധിച്ചിടത്തോളം ഓരോ കാലഘട്ടങ്ങളിലും ജീവിച്ച എത്രയോ സമൂഹങ്ങൾ കടന്നുപോയിട്ടുണ്ട് എന്നുള്ളതാണ്. ഓരോ സമൂഹത്തിലേക്കും പ്രവാചകന്മാർ അല്ലാഹു പറഞ്ഞയച്ചിട്ടുണ്ട് അവനെ മാത്രം ആരാധിച്ചുകൊണ്ട് ജീവിക്കുവാൻ, ദുർമൂർത്തികളെ മുഴുവനും വെടിയുന്നതിന് വേണ്ടി. വലഖദ് ബഅസ്നാ ഫീ കുല്ലി ഉമ്മത്തിൻ റസൂലാ അൻ അഅ്ബുദുല്ലാഹ് വജ്തനിബുത് താഗൂത്ത്. ഓരോ സമൂഹങ്ങളിലേക്കും അല്ലാഹു പ്രവാചകന്മാരെ അയച്ചിട്ടുണ്ട് അവനെ മാത്രം വിളിച്ച് ഇബാദത്ത് ചെയ്യണമെന്ന് പഠിപ്പിച്ചു കൊടുക്കാൻ, മറ്റെല്ലാ മൂർത്തികളെയും ഒഴിവാക്കണമെന്ന് പ്രബോധനം ചെയ്യാൻ. ഫമിൻഹും മൻ ഹദല്ലാഹ്, ആ പ്രബോധനത്താൽ സന്മാർഗം ലഭിച്ച ആളുകൾ അവരുടെ കൂട്ടത്തിലുണ്ട്. വമിൻഹും മൻ ഹഖ്ഖത് അലൈഹി ളലാല, അവരുടെ കൂട്ടത്തിൽ വഴികേട് വ്യക്തമായ ആളുകളുമുണ്ട്. ഫസീറൂ ഫിൽ അർദ് ഫസീറൂ ഫിൽ അർദ് ഫൻദുറൂ കൈഫ കാന ആഖിബത്തുൽ മുകദ്ദിബീൻ. ഭൂമിയിലൂടെ നിങ്ങളൊന്ന് ചുറ്റി സഞ്ചരിക്കുക, നിങ്ങളൊന്ന് യാത്ര പോവുക. ഫൻദുറൂ, എന്നിട്ട് നിങ്ങൾ കണ്ട് മനസ്സിലാക്കുക. കൈഫ കാന ആഖിബത്തുൽ മുകദ്ദിബീൻ, അല്ലാഹുവിനെ നിഷേധിച്ച ആളുകളുണ്ടല്ലോ, അവനെ കളവാക്കിയവരുടെ പര്യവസാനം ഇങ്ങനെയായിരുന്നുവെന്നോ. ആദ് സമൂഹത്തെ പറ്റി, സമൂദ് ഗോത്രത്തെ പറ്റി മുമ്പും ധാരാളമായി മദ്രസാ തലം മുതൽ നമ്മൾ പഠിക്കുന്ന ആളുകളാണ്. വലിയ അതിശക്തന്മാരായ ആളുകൾ. ഇറബദാത്തിൽ ഇമാദ് എന്നാണ് സൂറത്തുൽ ഫജ്ർ പാരായണം ചെയ്യുമ്പോൾ നമുക്ക് കാണാം. തൂണുകളുടെ ആളുകളായ ഇറം ഗോത്രം എന്നാണ് അവരെ പറ്റി പറഞ്ഞത്.
ഇന്നും അവർ നിർമ്മിച്ച ആ നിർമ്മിതികളുടെ അവശിഷ്ടങ്ങൾ ഭൂമിയിൽ ഒരു വലിയ ദൃഷ്ടാന്തമായി പിൽക്കാലക്കാർക്ക് കണ്ട് മനസ്സിലാക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല നിലനിർത്തി എന്നുള്ളതാണ്. പാറകൾ തുരന്നുകൊണ്ട് വീട് നിർമ്മിച്ച സമൂദ് ഗോത്രം, അവരുടെ വീടുകൾ, അതിന്റെ അടയാളങ്ങൾ, ശേഷിപ്പുകൾ ഇന്നും നമുക്കൊരു ദൃഷ്ടാന്തമായി അല്ലാഹു സുബ്ഹാനഹു വ തആല നിലനിർത്തി എന്നുള്ളതാണ്. അത്രയും അതിശക്തന്മാരായ സമൂഹങ്ങളെ അള്ളാഹു നശിപ്പിച്ചിട്ടുണ്ട്. ഭൂമിയിലൂടെ നിങ്ങളൊന്ന് യാത്ര പോവുക. നിങ്ങളുടെ ശക്തിയോ നിങ്ങളുടെ ബുദ്ധിയോ ഒന്നുമല്ല, അതിനേക്കാളൊക്കെ മികച്ച മനുഷ്യർ അവരെ ശിക്ഷിച്ചപ്പോ മറിഞ്ഞു വീണതിനെ പറ്റി പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് വൻ വൃക്ഷങ്ങൾ മറിഞ്ഞു വീണതുപോലെ അവരുടെ ആകാരവും അവരുടെ കഴിവുമെല്ലാം അപ്രകാരം തന്നെയായിരുന്നു എന്നാണ് തഫ്സീറുകളിൽ വിശദീകരിക്കുന്നത്. ഈ രൂപത്തിൽ എത്രയോ സമൂഹങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ശിക്ഷിച്ചതിന്റെ ശേഷിപ്പുകൾ നിങ്ങൾക്ക് കാണാം. അവർ അല്ലാഹുവിനെ നിഷേധിച്ചു എന്ന ഒരൊറ്റ കാരണത്താൽ അവർക്ക് ലഭിച്ച ശിക്ഷയാണ്. അല്ലാഹുവിന്റെ ശിക്ഷ അങ്ങനെ കടന്നു വരും. ഞാൻ ആമുഖമായി നിങ്ങളെ ഓതി കേൾപ്പിച്ച ആയത്ത് പരിശുദ്ധ ഖുർആനിന്റെ സൂറത്തുൽ അഅറാഫിന്റെ വചനങ്ങളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ്, അഫഅമിന അഹ്ലുൽ ഖുറാ അൻ യഅതിയഹും ബഅസുനാ ബയാതൻ വഹും നായിമൂൻ അവ അമിന അഹ്ലുൽ ഖുറാ അൻ യഅതിയഹും ബഅസുനാ ളുഹൻ വഹും യൽഅബൂൻ. ആ പ്രദേശക്കാർ അവരതാ രാത്രിയിൽ കിടന്നുറങ്ങുമ്പോ ആ ഉറക്കത്തിനിടയിൽ അല്ലാഹുവിന്റെ ശിക്ഷ വന്ന് ഭവിക്കില്ലെന്ന് അവർ സമാധാനിച്ചിരിക്കുകയാണോ എന്ന് അല്ലാഹുവിന്റെ ചോദ്യമുണ്ട്. രാത്രിയിൽ കിടന്നുറങ്ങുമ്പോ അല്ലാഹുവിന്റെ ശിക്ഷ വരും. അതുപോലെ തന്നെ അല്ലാഹുവിന്റെ ചോദ്യമാണ്, പകലിൽ അവരതാ കളിച്ചുകൊണ്ടിരിക്കുമ്പോ, അവർ ആഹ്ലാദിച്ചു കൊണ്ടിരിക്കുമ്പോ ഞൊടിയുടെ അല്ലാഹുവിന്റെ ശിക്ഷ ഇറങ്ങില്ല എന്ന് അവർ സമാധാനിച്ചിരിക്കുകയാണോ? രാത്രി എന്നില്ല, പകലെന്നില്ല, സമയത്തിന്റെ കണക്കില്ല. ഏത് സമയവും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പരീക്ഷണങ്ങൾ, ശിക്ഷകൾ, ദുരന്തങ്ങൾ അത് കടന്നു വരുമെന്ന് പരിശുദ്ധ ഖുർആൻ നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ്. ഇവിടെയെല്ലാം നാം മനസ്സിലാക്കേണ്ടത് മനുഷ്യന്റെ നിസ്സാരതയാണ്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും റോബോട്ടിക്സും വെർച്വൽ റിയാലിറ്റിയും ഓഗ്മെന്റഡ് റിയാലിറ്റിയും അങ്ങനെ അത്ഭുതങ്ങളുടെ നൂതന സങ്കേതങ്ങളുടെ പിറകെ മനുഷ്യനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ഗോളത്തിൽ നിന്ന് അടുത്ത ഗോളത്തിലേക്ക് പര്യവേക്ഷണവുമായി മനുഷ്യൻ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോഴും ഒരു ദുരന്തം വരുമ്പോ, ഒരു പ്രയാസം വരുമ്പോ, അല്ലാഹുവിന്റെ ഒരു പരീക്ഷണം മുമ്പിൽ കാണുമ്പോ ദുർബലനായിക്കൊണ്ട് സഹായത്തിന് കൈകൾ നീട്ടിക്കൊണ്ട് മനുഷ്യൻ ഇങ്ങനെ നിൽക്കുകയാണ്. മനുഷ്യൻ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചിരിക്കുന്നത് ബലഹീനനായിട്ട് തന്നെയാണ്. ദുർബലനാണവൻ. ആ ബലഹീനത മനസ്സിലാക്കിക്കൊണ്ട് വിനയാന്വിതരായിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് മടങ്ങുകയല്ലാതെ നമ്മുടെ മുമ്പിൽ യാതൊരു പ്രതിവിധികളും ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. പ്രതിവിധികൾ എന്താണ്? ഈ രൂപത്തിലുള്ള പരീക്ഷണങ്ങൾ കടന്നു വരുമ്പോ ഒരു സത്യവിശ്വാസിയുടെ നിലപാടെന്താണ്? എന്താണ് ഇതിനുള്ള വഴി? എന്താണ് പ്രതിവിധി? എന്താണ്? അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഇവിടുന്ന് വിശദീകരിക്കുകയാണ്. കാന ഫിൽ അർളി അമാനാനി മിൻ അദാബില്ലാഹ്. അല്ലാഹുവിന്റെ ശിക്ഷയിൽ നിന്നുള്ള രക്ഷകൾ രണ്ടെണ്ണമാണ് ഭൂമിയിലുള്ളത്. ഫറുഫിഅ അഹദുഹുമാ ഫദൂലകുമുൽ ആഖർ. അതിൽ ഒന്ന് ഉയർത്തപ്പെട്ടു കഴിഞ്ഞു, രണ്ടാമത്തേതാണ് ബാക്കിയുള്ളത്. ഫതമസ്സകൂ ബിഹി. അതിനെ നിങ്ങൾ മുറുകെ പിടിക്കുക. അമ്മൽ മർഫൂഉ ഫറസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്നാമത്തേത് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയായിരുന്നു. ആ പ്രവാചകന്റെ മരണത്തോടുകൂടി ആ ഒരു രക്ഷ നമ്മളിൽ നിന്ന് പോയി കഴിഞ്ഞു. വഅമ്മൽ ബാഖി. ഇനി ബാക്കിയുള്ളത് എന്താണ്? മിൻഹുമാ ഫൽ ഇസ്തിഗ്ഫാർ. അവ രണ്ടിൽ ബാക്കിയുള്ളത് ഇസ്തിഗ്ഫാറാണ്, പാപമോചനം തേടലാണ്, അല്ലാഹുവിനോട് പൊറുക്കലിനെ തേടലാണ്. ഇത് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഈ പരിശുദ്ധ ഖുർആനിന്റെ സൂറത്തുൽ അൻഫാലിന്റെ 33ാമത്തെ സൂക്തം പാരായണം ചെയ്തു. വമാ കാന അല്ലാഹു ലിയുഅദ്ദിബഹും വഅൻത ഫീഹിം വമാ കാന അല്ലാഹു മുഅദ്ദിബഹും വഹും യസ്തഗ്ഫിറൂൻ. പ്രവാചകരെ, താങ്കൾ അവിടെയുള്ളപ്പോൾ അവർ നമ്മുടെ ശിക്ഷ പിടികൂടുകയില്ല, നാം അവരെ ശിക്ഷിക്കുന്നവനല്ല. വമാ കാന അല്ലാഹു മുഅദ്ദിബഹും വഹും യസ്തഗ്ഫിറൂൻ. അവർ പാപമോചനം തേടിക്കൊണ്ടിരിക്കുകയും നമ്മുടെ ശിക്ഷ അവരെ പിടികൂടുകയില്ല. രണ്ട് കാര്യങ്ങളാണ്. പ്രവാചകരെ, താങ്കൾ അവരുടെ കൂട്ടത്തിൽ ഉണ്ടാകുമ്പോൾ നമ്മുടെ ശിക്ഷ അവരെ പിടികൂടുകയില്ല. ആ പ്രവാചകൻ ഉയർത്തപ്പെട്ടു കഴിഞ്ഞു, ആ പ്രവാചകൻ മരണപ്പെട്ടു പോയി. ഇനി ബാക്കിയുള്ളത് എന്താണ്? ചെയ്ത തെറ്റ് റബ്ബിനോട് പറഞ്ഞ് വിനയാന്വിതനായിക്കൊണ്ട് റബ്ബിലേക്ക് മടങ്ങുക, ചെയ്യുന്ന പാപങ്ങളെ അവസാനിപ്പിക്കുക, എന്നിട്ട് റബ്ബിനോട് കരഞ്ഞു തേടുക, ഇസ്തിഗ്ഫാറിനെ വർദ്ധിപ്പിക്കുക. ഒരു
മനുഷ്യൻ ഇസ്തിഗ്ഫാറിനെ തേടുമ്പോൾ അല്ലാഹുവിന്റെ ശിക്ഷ ഇറങ്ങുകയില്ല. പരിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അതുപോലെ തന്നെ നമ്മുടെ പ്രാർത്ഥനയാണ് ആയുധം. ഖുൽ മാ യഅബഉ ബികും റബ്ബി ലൗലാ ദുആഉകും. പ്രവാചകരെ അവർക്കൊന്ന് പറഞ്ഞു കൊടുക്കുക, നിങ്ങളുടെ ദുആയില്ലെങ്കിൽ, നിങ്ങളുടെ പ്രാർത്ഥനയില്ലെങ്കിൽ നമ്മുടെ റബ്ബ് എങ്ങനെ നിങ്ങളെ പരിഗണിക്കാനാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പരിഗണന ലഭിക്കുന്നത് ആ റബ്ബിനോടുള്ള പ്രാർത്ഥന ഉണ്ടാവണമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു കൊടുക്കാൻ പരിശുദ്ധ ഖുർആൻ ആഹ്വാനം ചെയ്യുകയാണ്. നിങ്ങളുടെ ദുആയില്ലെങ്കിൽ എങ്ങനെയാണ് എൻ്റെ റബ്ബ് നിങ്ങളെ പരിഗണിക്കുക എന്ന് പറഞ്ഞു കൊടുക്കൂ നബിയേ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിലേക്ക് ദുആ ചെയ്ത് മടങ്ങുക. ഏത് പ്രതിസന്ധിയിലും പ്രയാസത്തിലും ആ റബ്ബിൽ തവക്കുൽ ചെയ്തുകൊണ്ട് ജീവിക്കുക. വമൻ യതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബുഹു. ആരാണോ അല്ലാഹുവിൽ പരമേൽപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അവർക്ക് അല്ലാഹു തന്നെ മതി എന്നുള്ളതാണ്. ആ രൂപത്തിൽ വഅലല്ലാഹി ഫല്യതവക്കലിൽ മുഅ്മിനൂൻ. ആ അല്ലാഹുവിലാണ് സത്യവിശ്വാസികൾ പരമേൽപ്പിക്കുന്നത്. നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ കാര്യങ്ങളും അല്ലാഹുവിലേക്ക് പരമേൽപ്പിക്കുക. യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ് അസ്ലിഹ് ലി ശഅനി കുല്ലഹു വലാ തകിൽനി ഇലാ നഫ്സി ഖർഫത ഐൻ. അല്ലാഹുവിനെ വിളിച്ചുകൊണ്ട് നമ്മൾ പറയുന്ന പ്രാർത്ഥനയാണ്. അല്ലാഹുവേ, എന്റെ എല്ലാ കാര്യങ്ങളും നിന്നെ ഏൽപ്പിക്കുകയാണ് റബ്ബേ. എന്റെ കണ്ണിമ വെട്ടുന്ന സമയം പോലും എന്റെ കാര്യത്തെ നീ ഏൽപ്പിക്കല്ലേ റബ്ബേ എന്ന പ്രാർത്ഥനയാണ് പ്രിയപ്പെട്ടവരെ. അതുപോലെ തന്നെ നാം മനസ്സിലാക്കേണ്ടത്, ഏതൊരു സംഗതി നമ്മുടെ ജീവിതത്തിൽ വന്നു ഭവിക്കുമ്പോഴും, ഏതൊരു പ്രയാസം നമ്മുടെ ജീവിതത്തിൽ വന്നു ഭവിക്കുമ്പോഴും ക്ഷമിക്കുക എന്നുള്ളത് സത്യവിശ്വാസിയുടെ അടയാളമാണ്. അജബൻ ലി അംരിൽ മുഅ്മിൻ. ഒരു സത്യവിശ്വാസിയുടെ കാര്യം വലിയ അത്ഭുതമാണ്. അവന്റെ എല്ലാ കാര്യവും അവന് നന്മയാണ്. അതൊരു സത്യവിശ്വാസിക്കല്ലാതെ മറ്റാർക്കും സംഭവിക്കുകയില്ല. അവനെങ്ങാനും ഒരു നന്മ ഭവിച്ചാൽ അവൻ നന്ദി ചെയ്യുന്നതാണ്, അതവന്റെ ഗുണകരമാണ്. അവനെങ്ങാനും ഒരു ദുരിതം സംഭവിച്ചാൽ, ഒരു പ്രയാസം സംഭവിച്ചാൽ അവൻ ക്ഷമിക്കുകയും ചെയ്യും, അതും അവന്റെ ഗുണകരമാണ്. ഈ രൂപത്തിൽ ആ ഗുണത്തെ നേടിയെടുക്കുവാൻ പരിശുദ്ധ ഖുർആനിൽ എമ്പാടും അല്ലാഹു പഠിപ്പിച്ചു തന്നു. ഇന്നല്ലാഹ മഅസ് സാബിരീൻ വല്ലാഹു മഅസ് സാബിരീൻ വബശ്ശിരിസ് സാബിരീൻ. ക്ഷമിക്കുന്നവർക്ക് സന്തോഷ വാർത്ത. ആ ക്ഷമിക്കുന്ന ആളുകളുടെ കൂടെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധ പ്രതിസന്ധികളിൽ നിന്നും, പ്രയാസങ്ങളിൽ നിന്നും, എല്ലാവിധ പരീക്ഷണങ്ങളിൽ നിന്നും നമ്മെ സംരക്ഷിക്കുകയും ഈ ലോകത്ത് നാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഏതൊരു പ്രതിസന്ധിയിലും ക്ഷമയോടുകൂടി തവക്കുൽ ചെയ്തുകൊണ്ട് അല്ലാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്ത് അവനോട് മാത്രം ആവലാദികൾ ബോധ്യപ്പെടുത്തിക്കൊണ്ട് തിന്മകളിൽ അകന്നു നിന്ന്, അതുപോലെ തന്നെ ചെയ്തു പോയ തെറ്റുകൾ റബ്ബിനോട് ഏറ്റുപറഞ്ഞുകൊണ്ട് അവനിലേക്ക് മടങ്ങുന്ന ഏറ്റവും നല്ല സാലിഹായ അടിമകളിൽ നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ വസ്സലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. والعاقبة للمتقين ولا عدوان إلا على الظالمين والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وأصحابه الفائزين برضا الله أما بعد. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, ഒരിക്കൽ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരെയും തഖ്വ കൊണ്ട് ഉപദേശിക്കുന്ന വസിയത്ത് ചെയ്യും. ദുരന്തമുഖങ്ങളിൽ ഒരു സത്യവിശ്വാസി സ്വീകരിക്കേണ്ട മറ്റു നിലപാടാണ് വിവേകം കൈവെടിയാതിരിക്കുക എന്നുള്ളത്. ദുരന്തമുഖങ്ങളിലേക്ക് അവർക്ക് കൃത്യമായ ഉപകാരം ലഭിക്കുമെങ്കിൽ മാത്രമേ നാം അവിടെ പ്രവേശിക്കാൻ പാടുള്ളൂ. കാഴ്ചക്കാരായിക്കൊണ്ടോ, അത് മൊബൈൽ ഫോണിൽ പകർത്തുന്നതിന് വേണ്ടിയോ, ആ രൂപത്തിൽ വെറുതെ യാത്ര ചെയ്യുന്ന ആളുകൾ, രക്ഷാപ്രവർത്തനങ്ങൾക്ക് പ്രയാസങ്ങൾ സൃഷ്ടിക്കുന്ന, വഴികളിൽ ബ്ലോക്ക് ഉണ്ടാക്കുന്ന രൂപത്തിൽ അനാവശ്യമായ യാത്രകൾ, ഈ രൂപത്തിലൊന്നും നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവാൻ പാടില്ല. നമ്മൾ ആളുകൾക്ക് എളുപ്പമുണ്ടാക്കേണ്ടവരാണ്, പ്രയാസമുണ്ടാക്കേണ്ടവരല്ല എന്ന ബോധം നമുക്ക് ഉണ്ടാവണം. മാത്രമല്ല, ഒരു പ്രയാസം വരുമ്പോ അത് ആദർശ രംഗത്ത് ഒരു പക്ഷേ നമ്മളോട് എതിര് നിൽക്കുന്ന ആളുകൾക്ക് ദുരന്തപ്പെട്ടിട്ടുണ്ടാവും. അതിന്റെ പേരിൽ സന്തോഷിക്കാനോ അവർക്കെതിരിൽ പ്രാർത്ഥിക്കുവാനോ ഒന്നും നമ്മൾ പാടില്ല പ്രിയപ്പെട്ടവർ. ഇത് മനുഷ്യരാശിയെ ബാധിച്ച ഒരു ദുരന്തമായി നാം മനസ്സിലാക്കിക്കൊണ്ട് ആ ദുരന്തത്തിൽ ആരൊക്കെ ഉണ്ടെങ്കിലും മനുഷ്യത്വത്തോടുകൂടി അവരോട് ചേർന്ന് നിൽക്കാൻ നമുക്ക് സാധിക്കണം. അതല്ലാതെ അതിൽ എനിക്കിഷ്ടപ്പെടാത്ത ചില ആളുകളുണ്ടോ, എന്റെ ആദർശത്തിനെതിരെ നിൽക്കുന്ന ആളുകളുണ്ടോ എന്നുള്ള ചിന്താഗതി എന്ന് പറയുന്നത് അവിവേകപൂർണമാണ് എന്ന് നാം മനസ്സിലാക്കുക. നാം ആ ദുരന്തത്തിൽപ്പെട്ട ആളുകളോട് ചേർന്ന് നിൽക്കേണ്ടവരാണ്. ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ വീടും അതുപോലെയാവും, നമ്മുടെ നാടും അതുപോലെയാകും എന്ന ബോധ്യത്തിൽ
ആരൊക്കെയാണ് പ്രയാസങ്ങളുമായി ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്നത് അവരോട് ചേർന്ന് നിൽക്കുക. തആവനു അലൽ ബിർരി വത്തഖ്വ വലാ തആവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ. നന്മയിൽ പുണ്യത്തിൽ പരസ്പരം ചേർന്ന് നിൽക്കുവാനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ആവശ്യപ്പെടുന്നത്. അൽ മുസ്ലിമു അഖുൽ മുസ്ലിം. ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിന്റെ സഹോദരനാണ്. ലാ യദ്ലിമുഹു വലാ യുസ്ലിമുഹു. അവനെ ആക്രമിക്കുകയില്ല, അവനെ കീഴ്പ്പെടുത്തുകയില്ല. വമൻ കാന ഫീ ഹാജതി അഖീഹി കാന അല്ലാഹു ഫീ ഹാജതിഹി. ആരാണോ തന്റെ സഹോദരന്റെ ഒരു ആവശ്യം നിർവഹിച്ചു കൊടുക്കുന്നത്, തന്റെ സഹോദരന്റെ ഒരു ആവശ്യം ആരാണോ നിർവഹിച്ചു കൊടുക്കുന്നത്, അല്ലാഹു അവന്റെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കുന്നതാണ്. വമൻ ഫറജ അൻ മുസ്ലിമിൻ ഖുർബതൻ ഫറജ അല്ലാഹു അൻഹു ഖുർബതൻ മിൻ ഖുർബാതി യൗമിൽ ഖിയാമ. ആരെങ്കിലും തന്റെ സഹോദരന്റെ ഒരു പ്രയാസത്തെ നീക്കി കൊടുത്താൽ പരലോകത്ത് അയാൾ അനുഭവിക്കേണ്ട പ്രയാസങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നീക്കി കൊടുക്കുന്നതാണ്. വമൻ സതറ മുസ്ലിമൻ സതറഹു അല്ലാഹു യൗമൽ ഖിയാമ. ആരെങ്കിലും തന്റെ സഹോദരന്റെ ന്യൂനതയെ മറച്ചുവെച്ചാൽ, മുസ്ലിമായ തന്റെ സഹോദരന്റെ ന്യൂനതയെ മറച്ചുവെച്ചാൽ നാളെ അന്ത്യനാളിൽ അല്ലാഹു അവന്റെ ന്യൂനതയെ മറച്ചുവെക്കുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടുന്ന് പഠിപ്പിച്ചു തരുമ്പോൾ ഈ രൂപത്തിൽ നമ്മുടെ സഹോദരങ്ങളെ ചേർത്ത് പിടിക്കുവാനുള്ള ഒരു സമയമാണ്. സാമ്പത്തികമായും അതുപോലെ തന്നെ സാമൂഹികമായും ഏതെല്ലാം രംഗങ്ങളിൽ ആരോഗ്യപരമായും എന്തെല്ലാം രൂപത്തിൽ സഹായം ചെയ്യാൻ നമുക്ക് സാധിക്കുമോ ആ സഹായങ്ങൾ ഇതിനോടകം തന്നെ നമ്മളെ കൊണ്ടാവുന്നത് നമ്മൾ എത്തിച്ചിട്ടുണ്ടാവും. ഇനിയും അതിനുള്ള അവസരങ്ങളുണ്ട്.